بسم الله الرحمن الرحيم قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ. സൂറത്തുൽ ജാസിയയിലെ 25 വരെയുള്ള സൂക്തങ്ങളാണ് ചർച്ച ചെയ്തത്. 26ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി പരലോകത്തെ സ്ഥാപിക്കുകയാണ്. സംശയിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. പരലോകവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യുന്ന സൂറത്താണ് ഇത്. ഖുൽ പറയുക, ഖുലില്ലാ പറയുക, അല്ലാഹു യുഹ്യീക്കും നിങ്ങളെ ജീവിപ്പിക്കുന്നു, സുമ്മ പിന്നീട് യുമീത്തുക്കും നിങ്ങളെ മരിപ്പിക്കുന്നു, സുമ്മ പിന്നീട് യജ്മഉക്കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു, ഇലാ യൗമിൽ ഖിയാമ ഉയിർത്തെഴുന്നേൽപ്പ് നാളിലേക്ക്, ലാ റൈബ ഫീഹി ഇതിലൊരു സംശയവും വേണ്ടതില്ല, വലാകിന്ന പക്ഷേ അക്സറ അധിക അന്നാസി ജനങ്ങളും ലാ യഅലമൂൻ അവർ കാര്യങ്ങൾ അറിയുന്നില്ല. അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്, അള്ളാഹു തന്നെ നിങ്ങളെ മറ്റൊരു നാളിൽ ഒരുമിച്ച് കൂട്ടും, ഇതിൽ സംശയം വേണ്ട എന്നാണ് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിൽ പറയുന്നത്. പുനരുജ്ജീവിതം നിഷേധിക്കുന്നതിന് പരലോക നിഷേധികൾ നിരത്തിയ വാദഗതിയെക്കുറിച്ച് മുൻ സൂക്തത്തിൽ പറഞ്ഞു. മുമ്പ് മരിച്ചവരെ വീണ്ടും കൊണ്ടുവരൂ എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ മരണശേഷം ഒന്നടങ്കം യജ്മഉക്കും നിങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടും, ജീവിപ്പിക്കും, കൃത്യമായി വിചാരണ നടക്കും, നന്മക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകും, തിന്മക്ക് അതിന് തുല്യമായ പ്രതിഫലം നൽകും. വയഖൂലുൽ ഇൻസാൻ മനുഷ്യൻ പറയുന്നു, ഐദാ മാ മിത്തു ഞാനെങ്ങാനും മരണപ്പെട്ടാൽ, ലസൗഫ ഉഖ്റജു ഹയ്യാ ഞാൻ വീണ്ടും ജീവനോടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന്. അവലാ യദ്കുറുൽ ഇൻസാൻ മനുഷ്യൻ ഓർക്കുന്നില്ലേ, അന്നാ ഖലഖ്നാഹു മിൻ ഖബൽ നേരത്തെ നാം അവനെ സൃഷ്ടിച്ചിട്ടുണ്ട്, വലം യകു ശൈആ അവനൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. എത്ര മനോഹരമായാണ്, എത്ര ചിന്തിപ്പിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു പറയുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലായ്മയിൽ നിന്ന് ഒരിക്കൽ നിങ്ങളെ പടച്ച റബ്ബിന് പിന്നെ പുനഃസൃഷ്ടിക്കുക എന്നത് എത്ര എളുപ്പമാണ്, എത്ര കൃത്യമായ ന്യായമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു കാലത്ത് നിങ്ങൾ ആരുമില്ല, ഇല്ലാത്ത നിങ്ങളെ അള്ളാഹു പടച്ചു, നിങ്ങൾ മരണപ്പെടും, നിങ്ങളെ യുമീത്തുക്കും അവൻ മരിപ്പിക്കും, വീണ്ടും അവൻ തന്നെ നിങ്ങളെ സൃഷ്ടിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തിക്കൊണ്ട് കുറച്ച് വസ്തുതകൾ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നുണ്ട്. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ പച്ച മരത്തിൽ നിന്നും നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നത് അവനാണ്, അങ്ങനെ നിങ്ങൾ അതിൽ നിന്നും തീ കത്തിക്കുന്നു എന്ന്. സൂറത്തു യാസീനിലെ 36-ാം അധ്യായത്തിലെ 80-ാമത്തെ ആയത്താണിത്. നനവുള്ളതും ഈർപ്പമുള്ളതുമായ പച്ച മരങ്ങളിൽ നിന്ന് അവൻ തീ ഉൽപ്പാദിപ്പിക്കുന്നു. ഉണക്കമരവും പച്ചമരവും അങ്ങേയറ്റം വൈരുദ്ധ്യമുള്ളതാണ്, എന്നിട്ടും അവൻ പച്ചമരത്തിൽ നിന്നും തീ ഉണ്ടാക്കുന്നു. അപ്പോൾ ഖബറുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. തുടർന്ന് അള്ളാഹു പ്രപഞ്ച സൃഷ്ടിപ്പിനെ ചൂണ്ടിക്കാണിച്ച് ഈ സംശയമില്ലാത്ത പരലോകത്തെ സ്ഥാപിക്കുന്നുണ്ട്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും വലിയ ആകാശങ്ങളെ, വിശാലമായ ഭൂമിയെ ഒക്കെ പടച്ച റബ്ബിന് ഇവരെ പോലുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയില്ലേ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം അതെ, അവൻ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവാണ്, എല്ലാം അറിയുന്നവനാണ്. ഇന്നമാ അമ്രുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ പടച്ചവന് ഒന്നിനെ നിർമ്മിക്കണമെങ്കിൽ, ഉണ്ടാക്കണമെങ്കിൽ
ഖുൻ ഉണ്ടായിത്തീരുക, ആവുക എന്ന് പറഞ്ഞാൽ മാത്രം മതി, അതുണ്ടായിരിക്കും. അത്രയേറെ എളുപ്പമാണ് അള്ളാഹുവിന് ഒന്നിനെ സൃഷ്ടിക്കൽ. മനുഷ്യരെ പോലെയല്ല പടച്ചവൻ. ദീർഘസമയം, ധാരാളം ജോലിക്കാർ, ഒരുപാട് സമ്പത്ത്, ഇതൊന്നും ഒന്നിൻ്റെ നിർമ്മാണത്തിന് മനുഷ്യൻ ചെലവഴിക്കുന്നത് പോലെ അള്ളാഹുവിന് ചെലവഴിക്കേണ്ടതില്ല. ഖുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുണ്ടായിത്തീരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെ തട്ടിയുണർത്തിയാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക എന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. ല ഖൽഖുസ് സമാവാതി വൽ അർള് അക്ബറു മിൻ ഖൽഖിൻ നാസ് വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ആകാശഭൂമികളെ സൃഷ്ടിക്കൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ്. എന്നിട്ടും അവരിതൊന്നും അറിയുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഖാദിർ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച റബ്ബ് കഴിവുള്ളവനല്ലയോ അവരെപ്പോലെയുള്ളവരെ പടക്കാൻ എന്നും ഖുർആൻ ചോദിക്കുന്നുണ്ട്. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച പടച്ചവൻ, ആ സൃഷ്ടിപ്പ് കൊണ്ട് ഒരു ക്ഷീണവുമില്ലാതിരുന്ന പടച്ചവൻ, ആ പടച്ചവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്നവർ കാണുന്നില്ലേ? അതെ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അഥവാ ഇത്ര വലിയ ആകാശഭൂമികളെ പടച്ചിട്ടും അള്ളാഹു ക്ഷീണിച്ചിട്ടില്ല. മനുഷ്യൻ അധ്വാനിച്ചാൽ ക്ഷീണിക്കും. ക്ഷീണമേയില്ലാത്ത പടച്ചവൻ ഈ നിസ്സാരമായ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പേരിൽ പ്രയാസപ്പെടും എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ കരുതേണ്ടതില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. വലിപ്പവും വിശാലതയുമുള്ള ആകാശഭൂമികളെ ഒരു പ്രയാസവും കൂടാതെ അക്ഷീണമായി, അന്യൂനമായി സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് എങ്ങനെയാണ് മരണശേഷം നിങ്ങളെ സൃഷ്ടിക്കില്ലെന്ന് നിങ്ങൾ വാദിക്കുക എന്ന ഈ ചോദ്യമുണ്ടല്ലോ, ചിന്തിക്കുന്ന, ആലോചനാശേഷി പണയം വെക്കാത്ത മുഴുവൻ ആളുകളെയും തൊട്ടുണർത്തുന്ന ചോദ്യമാണ്. സംഭവിക്കില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് സത്യനിഷേധികൾ ഉറപ്പിച്ചു പറയുന്ന പരലോകത്തെ അവരവരുടെ മുന്നിലും പിന്നിലും കണ്ടുകൊണ്ടിരിക്കുന്ന, ആകാശങ്ങളിലും ഭൂമിയിലും കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തി സ്ഥാപിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ചിന്തിക്കുന്നവരെ അമ്പരപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവ് ഈ പ്രപഞ്ചത്തിലുടനീളം പ്രകടമാണ്. ഖബറുകളിൽ നിന്നും മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ വലിയ അധ്വാനം ആവശ്യമുള്ളതാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. അതിന് പോലും അള്ളാഹുവിന് ഖുൻ എന്ന ഒരു വാക്കേ ആവശ്യം വന്നിട്ടുള്ളൂ. എങ്കിൽ എന്തിനാണ് നിങ്ങൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കണ്ടില്ല, ഞങ്ങളുടെ മുന്നിൽ അനുഭവമായിട്ടില്ല എന്നതാണ് നിഷേധത്തിന് കാരണമെങ്കിൽ, സ്വന്തം ജീവൻ ഒരാൾ കണ്ടിട്ടില്ല, വേദന കണ്ടിട്ടില്ല, സന്തോഷം കണ്ടിട്ടില്ല, പക്ഷേ അതെല്ലാം അടയാളങ്ങളിലൂടെ, പുറത്തേക്കുള്ള പ്രകടനങ്ങളിലൂടെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ അയാൾ സന്തോഷിക്കുകയാണ്, ഇപ്പോൾ അയാൾ ദുഃഖിക്കുകയാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് വേദനയുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് പുറമേക്കുള്ള അടയാളങ്ങളിലൂടെയാണ്. മനുഷ്യൻ ഇതുപോലെ പ്രപഞ്ചത്തിലെ അടയാളങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് എത്തണം. അതാണ് ബുദ്ധിമാൻ്റെ ലക്ഷണം. മനുഷ്യൻ ഈ ലോകത്ത് ഒരിക്കലും നിരുത്തരവാദിയല്ല. തൻ്റെ മുഴുവൻ കർമ്മങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ്. ഈ ലോകത്തുള്ള ഇന്നത്തെ വ്യവസ്ഥ ഇല്ലാതാവുകയും പടച്ചവൻ നിശ്ചയിക്കുന്ന ഒരു സമയത്ത് ലോകാവസാനം സംഭവിക്കുകയും അന്ന് എല്ലാറ്റിനും കൃത്യമായി ഉത്തരം പറയേണ്ടി വരികയും ചെയ്യും. ലാ റൈബ ഫീഹി, ഇതിൽ ഒരു കാരണവശാലും സംശയിക്കേണ്ടതില്ല. ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അവർ ചെയ്തിരുന്ന ഭൂമിയിലെ കർമ്മങ്ങളെക്കുറിച്ച് വിചാരണ നടത്തി അർഹിച്ചതെന്തോ അതവർക്ക് നൽകും. സജ്ജനങ്ങൾ സ്വർഗം ലഭിച്ച് സന്തോഷിക്കും, ദുർജനങ്ങൾ നരകത്തിൽ എന്നെന്നും കത്തിയെരിഞ്ഞ് ദുഃഖിക്കുകയും ചെയ്യും. യഥാർത്ഥ വിജയമെന്നത് പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം നേടുക എന്നതാണ്. ഏറ്റവും വലിയ പരാജയം എന്നത് പരലോകത്തെ നഷ്ടപ്പെടുത്തി അതിൽ വിശ്വസിക്കാതെ ഈ താൽക്കാലികമായ ഭൂമിയിൽ പലതിൻ്റെയും പിറകെ പോയി അന്ത്യനാളിൽ നരകത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ്. അതിനാൽ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ പരലോകത്ത് വിശ്വസിക്കണം. ലാ റൈബ ഫിഹി, അതിലൊരു സംശയവും വേണ്ട എന്ന് ഖുർആൻ വിവിധയിടങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തു ആലി ഇമ്രാനിലെ 9-ാമത്തെ സൂക്തത്തിൽ, 25-ാമത്തെ സൂക്തത്തിൽ, സൂറത്തു നിസായിലെ 87-ാമത്തെ സൂക്തത്തിൽ ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ കത്തബ അലാ നഫ്സിഹി റഹ്മ,
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമാണ് പരലോകം എന്നിവരെ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അർഹിച്ചതെന്തോ അത് അർഹിച്ചവർക്ക് അർഹിച്ച അളവിൽ അർഹിച്ച പോലെ നൽകലാണ് കാരുണ്യം എന്നത്. അത് പരലോകത്ത് മാത്രമേ നടക്കൂ, രക്ഷയാണെങ്കിലും ശിക്ഷയാണെങ്കിലും. അതിനാൽ പരലോകം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കൂടി തെളിവാണ്. ഗുഹാവാസികളുടെ സംഭവം പറയുന്ന സൂറത്തുൽ കഹ്ഫിലും പന്നസാത്ത ലാ റൈബ ഫീഹ, അന്ത്യനാൾ എന്തായാലും സംഭവിക്കും, അതിൽ സംശയം വേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ സൂക്തത്തിൽ പരലോകത്തെ സംശയിക്കുന്നവരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വളരെ വലിയ യാഥാർത്ഥ്യങ്ങളിലേക്ക്, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട, കൂടുതൽ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ആ സൂക്തം പരലോകത്തെ വളരെ കൃത്യമായി സ്ഥാപിക്കുന്ന സൂക്തമാണ്. എന്നാൽ ഈ വലിയ പരലോകമെന്ന മഹായാഥാർത്ഥ്യത്തിൽ വലാക്കിൻ അക്സറന്നാസി ലാ യുഅ്മിനൂൻ, അധികം ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് സൂറത്തുൽ ഗാഫിറിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് വലാക്കിൻ അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും ഇതറിയുന്നില്ല, ഈ യാഥാർത്ഥ്യം അറിയുന്നില്ല എന്നാണ്. ഈ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ചിന്തിക്കണം, ചിന്തയിലൂടെ അള്ളാഹുവിലേക്കും അന്ത്യനാളിലേക്കും എത്തണം. ആ ചിന്ത ഉപയോഗിക്കാത്തത് കൊണ്ട് ഇവരറിയുന്നില്ല, അറിയാത്തത് കൊണ്ട് വിശ്വസിക്കുന്നുമില്ല. ഇതിൻ്റെ പരമമായ നഷ്ടം ഇക്കൂട്ടർക്ക് തന്നെയാണ്. എന്നാൽ ഒരു വിഭാഗം ചിന്ത ഉപയോഗിച്ച് മനുഷ്യ സൃഷ്ടിപ്പിലെയും പ്രപഞ്ചത്തിലെയും ആയത്തുകളിലേക്ക് കണ്ണോടിച്ച് അള്ളാഹുവിൻ്റെ വിചാരണ നാളിനെ വിശ്വസിച്ചാൽ അതിൻ്റെ പൂർണ്ണമായ നേട്ടം അവർക്ക് തന്നെയാണ്. അതിനാൽ അന്ത്യനാളിൽ വിശ്വസിച്ചുകൊണ്ട് സംശയമില്ലാതെ ആ ലോകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ജീവിതത്തെ അതനുസരിച്ച് ക്രമീകരിക്കാനും കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.